ഓം നമഃശിവായ. ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിൽ ദശാവതാരങ്ങളെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നു: ലക്ഷ്മണനും ബലരാമനും ആദിശേഷന്റെ അവതാരമാണല്ലോ. ലക്ഷ്മണനെ എന്തുകൊണ്ട് ദശാവതാരത്തിൽ ഉൾപ്പെടുത്തുന്നില്ല? ബലരാമന്റെ പേര് ദശാവതാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു കാരണം എന്താണ്? ഇവിടെ നമ്മൾക്ക് നോക്കാനുള്ള ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിക്കുകയാണ്. ലക്ഷ്മണനെ കുറിച്ച് അറിയണമെങ്കിൽ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണം അത് പഠിക്കണം. വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നറിയണം. ബാലകാണ്ഡത്തിലും യുദ്ധകാണ്ഡത്തിലും ലക്ഷ്മണൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നതിൻ്റെ എല്ലാ തെളിവുമുണ്ട്. ഒരു സ്ഥലത്തു പോലും ആദിശേഷന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വന്നു ചേർന്നതാണ്. വാൽമീകി രാമായണത്തിന് ശേഷം പിന്നീടും അനേകം ഗ്രന്ഥങ്ങൾ വാൽമീകി രാമായണത്തിന് അടിസ്ഥാനമാക്കി വീണ്ടും ഗ്രന്ഥരചന ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗ്രന്ഥകാരന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ ലക്ഷ്മണനെ വിഷ്ണുവിന്റെ ദിവ്യ ആയുധങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഒരു ഋഷിമാരുടെ ശൈലി ധർമ്മത്തിനെ ഇല്ലെങ്കിൽ ആദർശത്തിനെ സാകാരമായി പുരുഷാകാരം നൽകി അവതരിപ്പിക്കുക, അതിലൂടെ തത്വത്തെ വിസ്തരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കഥ കേൾക്കുമ്പോഴും കഥാപാത്രങ്ങളെ കുറിച്ച് അറിയുമ്പോഴും അതിനകത്തുള്ള തത്വത്തെയാണ് അറിയേണ്ടത്. അതിന് ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ ഭാവന അനുസരിച്ച് ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണനെ ആദിശേഷന്റെ അവതാരമായി പറഞ്ഞിട്ടില്ല. അതേസമയം ഭാഗവതത്തിൽ ബലരാമനെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിൽ ബലരാമന്റെ ശക്തി, അജയ്യമായ ശക്തി, ആദിശേഷന്റെ ശക്തിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ നിന്നായിരിക്കും, മഹാഭാരതത്തിൽ വന്നൊരു പരാമർശം കൊണ്ടായിരിക്കാം പിന്നീട് ബലരാമൻ ആദിശേഷന്റെ അവതാരമാണ് എന്നൊരു ധാരണ വന്നത്. രാമായണത്തിലും ഭാഗവതത്തിലും വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് പറയുന്നത്. രാമായണത്തിൽ ലക്ഷ്മണൻ അവതരിക്കുന്നത് വിഷ്ണുവിന്റെ അംശമായിട്ട് തന്നെയാണ്. അതിന് ബാലകാണ്ഡത്തിൽ തെളിവുണ്ട്. യുദ്ധകാണ്ഡത്തിൽ രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന അവസരത്തിൽ ലക്ഷ്മണൻ ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ വിഷ്ണു അവതാരമാണ്, വിഷ്ണു അംശമാണെന്ന് ലക്ഷ്മണൻ ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്, രാമായണത്തിൽ രാമന്റെ ആജ്ഞാനുവർത്തിയായിട്ടാണ് ലക്ഷ്മണൻ വർത്തിക്കുന്നത്. ലക്ഷ്മണന്റെ സകല കർമ്മങ്ങളും ശ്രീരാമന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ശ്രീരാമ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മണൻ വർത്തിക്കുന്നത്. ലക്ഷ്മണൻ ഒരിക്കലും ശ്രീരാമനിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ പേര് പറയുമ്പോൾ, ദശാവതാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ലക്ഷ്മണന്റെ പേര് അതിൽ ഉൾപ്പെട്ടു. ശ്രീരാമനിൽ നിന്നും അന്യമല്ലാത്തത് കാരണം ലക്ഷ്മണൻ കൂടി ഉൾപ്പെട്ടതാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കാം. അതേസമയം ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും പലപ്പോഴും ഭിന്നമാണ്, പല സ്ഥലത്തും യോജിക്കുന്നില്ല. ബലരാമന് ഭിന്നമായൊരു വ്യക്തിത്വം തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബലരാമന്റെ പേര് ഒരു പ്രത്യേക അവതാരമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. പക്ഷെ അവിടെയും ബലരാമൻ വിഷ്ണുവിന്റെ അംശമാണ്, അവതാരമാണ്. മഹാഭാരതത്തിൽ മാത്രം ഒരു പരാമർശം വന്നിട്ടുണ്ട് ആദിശേഷനുണ്ട്. അതുകൊണ്ട് ബലരാമനും ലക്ഷ്മണനും വിഷ്ണുവിന്റെ അവതാരമാണ്. ലക്ഷ്മണൻ ശ്രീരാമന്റെ ഭാഗമായി വർത്തിച്ചത് കാരണം ദശാവതാരത്തിൽ ലക്ഷ്മണന്റെ പേര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ബലരാമൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഭിന്നമായി പല സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബലരാമന്റെ പേര് ദശാവതാരങ്ങളിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. ഇനി ആദിശേഷൻ ആരാണ് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സൃഷ്ടിയുടെ ഒരു രൂപം വർണ്ണിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ സൃഷ്ടി രചന വർണ്ണിക്കുന്ന സ്ഥലത്ത്, ഭഗവാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉണ്ടായ താമരയിൽ, കമലത്തിൽ ബ്രഹ്മാവ് പ്രകടമായി. ആ ബ്രഹ്മാവാണ് സൃഷ്ടിരചന നടത്തുന്നത്. ന്യായമായ ഒരു ചോദ്യം ഉണ്ടാവുന്നത്, ബ്രഹ്മാവ് ഉണ്ടായതിനു ശേഷമാണ് സൃഷ്ടി ഉണ്ടായതെങ്കിൽ ആദിശേഷനെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്.
യുക്തിഭദ്രമായി ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. സൃഷ്ടിക്ക് മുമ്പ് ആദിശേഷൻ ഉണ്ടായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഈശ്വര ചൈതന്യം, ബ്രഹ്മം മാത്രമായിരുന്നു. അതിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത്, മഹാവിഷ്ണു. വിഷ്ണു ചൈതന്യം, വിഷ്ണു എന്ന പദത്തിന് അർത്ഥം തന്നെ സർവ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യം എന്നാണ്. അതുകൊണ്ട് ആദിശേഷൻ വിഷ്ണു തന്നെ ആയിരിക്കും. കാരണം വിഷ്ണു സർവ്വവ്യാപിയാണ്, സൃഷ്ടിക്ക് മുമ്പുള്ളതാണ്. സർവ്വവ്യാപിയായിരിക്കുന്ന വിഷ്ണു ചൈതന്യം ആദിശേഷനായിട്ട് പ്രകടമായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഭാവന ചെയ്യുന്നുണ്ട്. ആദിശേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെയാണ്, അഭിന്നമാണ്. അതുകൊണ്ട് ആദിശേഷന്റെ അവതാരം എന്ന് പറഞ്ഞാൽ പോലും വിഷ്ണു അവതാരം തന്നെയാണ്. അപ്പോൾ ലക്ഷ്മണനും ബലരാമനും വിഷ്ണു അവതാരമാണ്. ലക്ഷ്മണൻ ശ്രീരാമനിൽ ഉൾപ്പെട്ടതുകൊണ്ട് ദശാവതാരങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷ്മണന്റെ പേര് പറഞ്ഞിട്ടില്ല. ബലരാമൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഭിന്നമായി വർത്തിച്ചത് കാരണം ദശാവതാരങ്ങളിൽ ബലരാമന്റെ പേര് ഉൾപ്പെടുത്തി കാണുന്നു. ഓം നമഃ ശിവായ.